ഗൈസ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് പണ്ട് കാലത്ത് നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന കളിയാണ്. ഈ കളിയൊക്കെ ഷംന കളിച്ചിട്ടുണ്ടോ? എന്നാലും ഇപ്പോഴത്തെ തലമുറയിലുള്ള പിള്ളേർക്കൊന്നും ഇതൊക്കെ അറിയാവുന്ന കാര്യം ഇപ്പോഴത്തെ പിള്ളേരൊന്നും അങ്ങനെ കളിക്കുന്നൊന്നും കണ്ടിട്ടില്ല. അന്യാതീതമായിക്കൊണ്ടിരിക്കുന്ന ഒരു കളിയാണ്. അപ്പൊ നിനക്ക് കല്ല് വേണോ കമ്പ് വേണോ? കല്ല്. ഓക്കെ, കല്ലെടുത്തോ. ഫസ്റ്റ് ആര് വെക്കുന്നത്? ഞാൻ. എന്നാ വെച്ചോ. സെന്റർ വെക്കുന്നില്ലേ? ഇല്ല. എന്നാ ശരി, ഞാൻ എന്താ സെന്റർ വെച്ച്. അത്ര ആലോചിക്കാനെന്തോ, എവിടെങ്കിലുമൊക്കെ ഒന്ന് വെക്കടോ. അവിടെ വെച്ചു. എന്നാൽ ഞാൻ ഇവിടെ വെച്ചു. അടുത്ത സ്ഥലത്ത് കളി. ഓക്കെ, ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുറേ നാൾക്ക് മുമ്പ്. എടാ, ഞാൻ സംസാരിച്ചത് കൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഒരു പോയിന്റ്. നിനക്ക് ഒരു പോയിന്റ്. ഓക്കെ, എടുത്തോ. 3 പോയിന്റ്. ആവാ ജയിക്കുന്നവരാ നടുക്ക് വെക്കുന്നത്. വെച്ചോ. ഞാൻ എൻ്റെ സംസാരം വന്നതുകൊണ്ടേ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. കളിയിൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് കളി ഒന്നുകൂടെ തുടങ്ങാം. ഓക്കെ, കളി ഒന്നും കൂടെ. രണ്ടാമത്തെ കളി. ഒരു പോയിന്റ് കിട്ടിയോ? സമ്മതിച്ചേ. ഇയാൾക്ക് ഒരു പോയിന്റ് കിട്ടി, സമ്മതിച്ച്. ഞാൻ എൻ്റെ ശ്രദ്ധയൊന്ന് മാറി, അതുകൊണ്ടാ. ശ്രദ്ധ വീണ്ടും മാറും എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഞാൻ അങ്ങനൊന്നും വിചാരിച്ചില്ലല്ലോ. ഓക്കെ, അപാര ബുദ്ധിയാണോ? ഇയാള് തോറ്റടാ. അപ്പൊ എനിക്കൊന്ന് നിനക്കൊന്ന്. അപ്പൊ നീയും ഓവർ സ്മാർട്ടൊന്നും ആവട്ടേട്ടാ. ഒന്നേ പിടിച്ചാണ്ടാ. ആ, അപ്പൊ 1-1 ആയേ. എനിക്കൊരു പോയിന്റ് ആയിരിക്കണം, നിനക്കൊരു പോയിന്റ് ആയിരിക്കുകയാണ്. ഇതാ ഇവിടെ വെച്ച്. അടുത്ത നിന്റെ കളിയാ. പെട്ടെന്ന് കളിക്കും. അടുത്തേ വെക്ക്, പെട്ടെന്ന് വെക്ക്. പിന്നെ ഇപ്പൊ അങ്ങ് തോപ്പിക്കും. 1-0 ആണേ. 1-1. ഇവിടെ വെച്ച്. അവിടെ വെച്ച്. ഇനി നിങ്ങൾ ഇവിടെ വെക്കും. താണ്ടതാ ഇവിടെ വെച്ച്. ഈ നടുക്കിരിക്കുന്നിടത്ത് ഇവിടെ വെക്കട്ടെ. നീ എന്തോ ആലോചിക്കുന്ന? നീ എന്തോ പെട്ടെന്ന് നിന്റെ മുഖം ഒന്ന് മ്ലാനമായല്ലോ. പെട്ടെന്നൊന്ന് മ്ലാനമായ കണക്ക് ഞാൻ കണ്ട്. എൻ്റെ കളിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതെടുത്ത് എനിക്ക് ഇവിടെ നടുക്ക് വെക്കാം. പക്ഷെ ഞാൻ വെച്ചതിന് ശേഷമല്ലേ വെക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ കളിയല്ലേ ഫസ്റ്റ്. ഓക്കെ, ഞാൻ വെക്കാം. ഓക്കെ, എവിടെ വെച്ചു? ഇവൻ ശരിയല്ല. ഇപ്പോഴത്തെ പിള്ളേരൊന്നും ഇത് കളിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നീ കണ്ടിട്ടുണ്ടോ? ഞാൻ അവരെ വീട്ടിലില്ലായിരുന്നു. എനിക്കറിയത്തില്ല. അതാണ് അവരെ പറ്റി അറിയാനില്ല. നിന്നെ കുറിച്ച് നിനക്കറിയാവോ? നിനക്ക് പോണ്ടുള്ള ഇതെടുക്കട്ടെ. നിനക്കുള്ള എല്ലാ പഴുതുകളും ഞാൻ അടച്ചോ? ഉറപ്പാണോ അടച്ചെന്ന്? ആ, ഉറപ്പാ. എന്തോ ഒരു ആലോചന പോലെയല്ലേ. ഷംനയുടെ കോൺസെൻട്രേഷൻ പോകുന്നുണ്ട് കേട്ടോ. അതാ ഷംന സംസാരിക്കാതെ. ഇല്ലെങ്കിൽ ഷംന ഭയങ്കര സംസാരമാണ്. ഭയങ്കര നീ ജയിക്കില്ലടാ. ജയം എന്നോടൊപ്പം. ആണോ? നിന്നോടൊപ്പമാണോ? എന്തു ഇത്ര ആലോചിക്കാൻ? ഷംന ഒന്നും മിണ്ടുന്നില്ല. ഷംനക്ക് സത്യം പറഞ്ഞാൽ ഷംനയെ കൊണ്ട് പറ്റുന്നില്ല. മിണ്ടിക്കൊണ്ട്. എന്നാ ഇയാളെ കളിക്ക്. ഇത് ചീള് കളിയാണ്. പക്ഷെ ഇതിനകത്ത് കുറച്ച് ലോജിക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് എപ്പോഴാണ് മനസ്സിലാവുക എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഇതിനകത്ത് കുറച്ച് ലോജിക്കൊക്കെ ഉണ്ട്. അത് എപ്പോഴാണ് ഈ കളികൾ മാറ്റി കളിക്കുക, എപ്പോഴാണ് ഈ കളികൾ കറക്റ്റായിട്ട് കളിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇത് കാണും ഗായ്സ്. നിങ്ങൾക്ക് ഈ കളി കാണുമ്പോൾ തോന്നും, അയ്യേ നിങ്ങൾ എന്തൊരു കളിയാണ് ഈ കളിക്കുന്നതെന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനല്ല ഗായ്സ്, അങ്ങനല്ല. അങ്ങനെ തന്നെ തോന്നുന്നു. അല്ലല്ല, അങ്ങനൊന്നുമല്ല. ഇതൊക്കെ കളിക്കണം വല്ലപ്പോഴും. ഇത് കളിക്കാത്ത പിള്ളേരുണ്ടെങ്കിൽ അവർക്കൊക്കെ കളിക്കാൻ ഒരു പ്രചോദനമാകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ. അത് തന്നെ, എൻ്റെ പ്രസംഗം താങ്കൾ കേട്ടിരിക്കണം. കേട്ടാൽ മാത്രമല്ലേ കളിയുടെ രസങ്ങളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഇതങ്ങ് എടുക്കാല്ലേ. തോറ്റു വീണ്ടും പോയി അടുത്ത പോയിട്ട്
ക്രോസ് എനിക്ക് 2 പോയിന്റ് ആയിരിക്കുകയാണ്. വളരെ സിമ്പിൾ അല്ലേ? 2 പോയിന്റ് ആയിരിക്കുന്നത്. ഷംനാക്ക് 1 പോയിന്റ് ആയിട്ടുള്ളൂ. 5 പോയിന്റ് ആവുമ്പോഴേ കളി സ്റ്റോപ്പ് ചെയ്യും കേട്ടോ. 5 പോയിന്റ് ആവുമ്പോഴത്തേക്ക്. ഓക്കെ, അപ്പം ഞാൻ 2, ഷംന 1. ചിലടത്താണെങ്കിൽ ഇത് 3ഉം 4ഉം വെച്ച് കളിക്കും, എന്നിട്ട് ഫില്ല് ചെയ്ത് കളിക്കുന്നതൊക്കെയുള്ള കളികളുണ്ട്. അത് കണ്ടിട്ടുണ്ടോ? ആ കളി മതിയായിരുന്നു. ഇയാള് കളിക്ക് എന്നിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. ഷംന നടുക്ക് വെച്ചു. എനിക്ക് എത്ര പോയിന്റ് ആയി പറ? 2. നിനക്കോ? 1. ഇതാണ്ട് ഞാൻ വെച്ചിരിക്കുകയാണ്. ഷംന അങ്ങനെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആത്മാർത്ഥമായി പറയുകയാണ്. ഞാൻ അടുത്തത് വെച്ചു. അടുത്ത ഷംനയുടെ കളിയാണ്. ഷംന സ്കോർ ചെയ്യാൻ വേണ്ടിയുള്ള അതിഭയങ്കരമായ ഒരു മൂവ്മെൻറ്റ് നമ്മുടെ നേർക്ക് നടത്തി. പക്ഷെ അത് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. എന്താ ഇത്ര ആലോചിക്കുക? ഇതെന്താ ചെസ്സോ? പടപടയെന്നും പറഞ്ഞ് വെക്കണം. പടപടയെന്നും പറഞ്ഞ് നടുക്കിരിക്കുന്ന അട്ട എടുക്കാൻ പറ്റത്തില്ല. പിന്നെ നടുക്കിരിക്കുന്ന പിന്നെ ഇടയ്ക്ക് എടുത്ത് മാറ്റാൻ പറ്റും. നടുക്ക് വെക്കുന്ന മാറ്റാൻ പറ്റത്തില്ല. ബാക്കിയെല്ലാം കളിക്കണം. അങ്ങനെ കളി. അപ്പോൾ നീ കളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ കളി? ഞാൻ കളിച്ചിട്ടുണ്ട്. പിന്നെ നീ നടുക്കത്ത് ഇരിക്കുന്ന എന്തിനു മാറ്റാൻ പോയേ? ബെസ്റ്റ് കളിയാണ് കളിച്ച കേട്ടോ. ഒരു ബെസ്റ്റ് കളി, ഒരു ബെസ്റ്റ് മൂമെൻറ്റ് കളിച്ചിരിക്കുകയാണ്. ഷംനയുടെ ബുദ്ധി എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ അളക്കാൻ പോവുകയാണ്. ഷംനയുടെ ബുദ്ധി എത്രത്തോളം ഉള്ളത് ആണത്. ഷംന വീണ്ടും തോറ്റിരിക്കുകയാണ്. വെച്ച കട്ട മാറ്റി വെക്കാൻ പറ്റത്തില്ല. തിരിച്ചവിടെ വെക്കുക. അപ്പം ഗൈസ് നമ്മൾ വീണ്ടും വിജയിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ കുട്ടി അത്ര പോരാ. അപ്പൊ എനിക്ക് 3 പോയിന്റ് അങ്ങോട്ട് എന്നെന്തോ അറിയാമെന്തോ 3 പോയിന്റ് ആയിരിക്കുകയാണ്. ഷംനാക്ക് 1 പോയിന്റ് മാത്രമായി ഷംന ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ കമൻറ്റ് വരാറുണ്ട്, അവർക്ക് ആർക്കും ഒന്നും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ കമൻറ്റ്സ് കണ്ടു. അപ്പോൾ ഇത് കുട്ടികൾക്കെന്നല്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചാലഞ്ചാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാലഞ്ചാണ്. അപ്പം അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കമൻസൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, അതായത് ഇതൊരു കുരിശ് പോലുള്ള സ്ക്വയേഴ്സാണ്. അപ്പം ഇതിനകത്ത് മൊത്തം 8 കോളമുണ്ട്. അപ്പോൾ ഈ 8 കോളത്തിനകത്ത് വളരെ സിമ്പിളാണ്. അതായത് 1ൻ്റെ അടുത്ത് 2 വരാൻ പാടില്ല, 2ൻ്റെ അടുത്ത് 3 വരാൻ പാടില്ല, 3ൻ്റെ അടുത്ത് 4 വരാൻ പാടില്ല. അതായത് ഈ 3ൻ്റെ അടുത്ത് ഇവിടെ 4 എഴുതാൻ പാടില്ല. ഇങ്ങനെ ക്രോസിനും വരാൻ പാടില്ല. 1ൻ്റെ അടുത്ത് 2 വരാൻ പാടില്ല. അപ്പോൾ 1ൻ്റെ അടുത്ത് 2 വരാൻ പാടില്ല, 2ൻ്റെ അടുത്ത് 3 വരാൻ പാടില്ല, 3ൻ്റെ അടുത്ത് 4 വരാൻ പാടില്ല. അങ്ങനെ 7, 8. അപ്പോൾ 8 വരെ 8 കോളമാണല്ലോ ഉള്ളത്. അപ്പോൾ 7ൻ്റെ അടുത്ത് 8 വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്ത് വരാത്ത രീതിയിൽ ഇത് ഫില്ല് ചെയ്യണം. അതാണ് ചാലഞ്ച് എന്ന് പറയുന്നത്. അപ്പം ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നവർ ചെയ്തിട്ട് നമ്മുടെ വീഡിയോയുടെ കമൻറ്റിൽ ആൻസർ ഇടണം കേട്ടോ. ഈ കളിയെ നമ്മൾ ചെറുതായിട്ട് കാണലും നമ്മൾ ഈ കളിയെ വലുതായിട്ട് തന്നെ കാണുക. അപ്പൊ 3 പോയിന്റ് ആയിരിക്കാണ് എനിക്ക്. എന്താ നിനക്ക് നടുക്ക് വെച്ച്? ഞാൻ നടുക്ക് വെച്ച്. ഓക്കെ, എനിക്ക് 3 പോയിന്റ്, ഷംനാക്ക് 1 പോയിന്റ്. ഞാൻ നടുക്ക് വെച്ച് കളിക്കുകയാണ്. ഓക്കെ, നടുക്ക് വെച്ചു. ഷംന അറ്റത്ത് വെച്ചിരിക്കുകയാണ്. അറ്റമാണ് ഷംനാക്ക് ഇഷ്ടം, അറ്റം. ഓക്കെ, അടുത്ത വെച്ചിരിക്കുകയാണ്. ഷംന ജയിക്കാൻ വേണ്ടി ഈ കോളത്തിൽ ഞാൻ വെക്കാതെ വേറെ കോളത്തിൽ വെക്കാൻ വേണ്ടി ഷംന ശ്രമിക്കുകയാണ്. പക്ഷെ നടക്കില്ല, ഞാൻ അവിടെ തന്നെ വെച്ചു. ഓക്കെ, ഷംന വീണ്ടും തോറ്റിരിക്കുകയാണ്. അത് ബുദ്ധിപൂർവ്വം കളിക്കണം, ബുദ്ധി വെച്ച് കളിക്കണം. ഇത് കണ്ടില്ലേ, ഷംന വീണ്ടും തോറ്റിരിക്കുകയാണ് ഗായ്സ്. അപ്പൊ ഞാൻ 4 പോയിന്റ് ആയിരിക്കുകയാണ്. 4 പോയിന്റ് ആയിരിക്കുകയാണ്. ഷംനയെ വീണ്ടും തോപ്പിച്ചിരിക്കുകയാണ്. ഷംന നേരത്തെ പറയുന്നത് കേട്ടു, വളരെ സിമ്പിളായിട്ടുള്ള കളി, ഞങ്ങൾ എല്ലാവർക്കും അറിയാവുന്നത്. നമ്മൾ ഇതിനകത്ത് കുറച്ച് ബുദ്ധിയുണ്ട്. ആ ബുദ്ധി നമ്മൾ പ്രയോഗിക്കുക തന്നെ വേണം. ആ പ്രയോജനത്തിൽ മാത്രമേ താങ്കൾക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ 4 പോയിന്റോടെ ഞാൻ മുന്നിൽ നിൽക്കുന്നു. ഷംന 1 പോയിന്റുമായി പിറകിൽ. ഒന്നും പറയണ്ട. ഈ ശ്രദ്ധിച്ചാൽ ഇത് തോറ്റു കഴിഞ്ഞാൽ പോയേ നാണക്കേടാണ്. ആ 1 പ്രാവശ്യം ജയിച്ചിട്ടുള്ളൂ. ബുദ്ധി എനിക്കാ കൂടുതലെന്ന് ആൾക്കാർ വിചാരിക്കും. ഓക്കെ, നടുക്ക് വെക്കൂ. എവിടെ വെക്കണം? നടുക്ക് വെക്കണം. എവിടെ വെക്കണം? എന്താ പറയണം? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇഷ്ടമുള്ളടത്ത് വെക്കട്ടെ. ഞാൻ ഇവിടെ വെക്കട്ടെ. അപ്പൊ നടുക്ക് നീ വെക്കണം. എന്താടോ താൻ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കും. താന്റെ കിളി പോയി. ഓക്കെ, ഞാൻ വീണ്ടും വെച്ചിരിക്കുകയാണ്. ശ്രദ്ധിച്ച് കളിക്കുക. ഓക്കെ 4 പ്രാവശ്യം തോറ്റു. 1 പ്രാവശ്യം കൂടി ഇനി തോക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ,
അങ്ങനെ ഞാൻ വിചാരിച്ചു ഒരു 2-3 പ്രാവശ്യമെങ്കിലും ജയിച്ചൊരു കട്ട കോമ്പറ്റീറ്റർ ആവാൻ ഷംനയ്ക്ക് സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അത് നടന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നല്ലോണം ശ്രദ്ധിക്കൂ, കളിയിൽ ശ്രദ്ധിക്കൂ. ഓക്കെ, എൻ്റെ ആദ്യത്തെ കളി തോക്കാനുള്ള കാരണം എന്താ പറയുക, ഞാൻ സംസാരിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ എൻ്റെ ബ്രെയിൻ ഞാൻ ഉണർത്തിയെടുത്തു. അപ്പം ഇനി തോക്കില്ല എന്നുള്ള ആ ഒരു മത്സരത്തിലേക്ക് ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇനി ഷംന എവിടാണ്? ഷംന ഇനി എവിടെ വെക്കും? ഇതെന്തോ ഇങ്ങനെ? ഞാൻ എവിടെ വെച്ചാലും നിനക്ക് വെക്കാൻ പറ്റുമോ? അടുത്തത് ഞാൻ ഇവിടെ വെച്ചാലും വെക്കാം, ഇവിടെ വെച്ചാലും വെക്കാം നിനക്ക്. അതെന്തോ അങ്ങനെ? മനസ്സിലായില്ല. ഇപ്പൊ ഞാൻ എന്റെ കല്ല് ഇവിടെ വെച്ചാ എന്തോ, നീ ഇതെടുത്ത് ഇവിടെ വെച്ച് ഇങ്ങനെ അടിക്കും. ഞാൻ ഇവിടെ വെച്ചാ നീ ഇതെടുത്ത് എവിടെ വെക്കും? എവിടെ? ആരെ ബുദ്ധിയുടെ കുഴപ്പമാ? പറ, ആരെ ബുദ്ധിയുടെ കുഴപ്പമാ? അതേണക്ക് ആലോചിച്ച് കളിക്ക്. അപ്പൊ നീ എടുത്ത് ഇവിടെ വെക്കും. ഏതാ എവരെന്തോ പറയുന്നത്? നിങ്ങൾ എന്താണ് നിങ്ങൾ ഇത്ര നേരം കളിച്ചത്? അങ്ങനെയാണോ? കൺഫ്യൂഷൻ ആയതുകൊണ്ടാണോ? ഇനി അങ്ങനൊക്കെ പറഞ്ഞങ്ങ് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. ഓക്കെ, അപ്പം ഇനി എൻ്റെ കളി ആണ്. അപ്പം നിങ്ങൾക്ക് എവിടെ വെച്ചാൽ അടിക്കും, അതാണ് എൻ്റെ ഇത്. ഞാൻ എൻ്റെ ഇതെടുത്ത് ഞാൻ എന്താ ഇവിടെ വെച്ചിരിക്കുകയാണ്, അവിടെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഷംന, നിങ്ങൾ എവിടെ വെക്കും അടുത്തേ? നിങ്ങൾ ബുദ്ധിപൂർവ്വം കളിക്കുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങളുടെ ബുദ്ധി പുറത്തെടുക്കുക. നിങ്ങൾ ഈ ബുദ്ധിയൊന്നും എടുത്ത് അല്ലാതെ വെക്കാനുള്ളതല്ല, ബുദ്ധിയൊക്കെ പുറത്തെടുക്കുക. ഷംന, ഞാൻ കൺഫ്യൂഷൻ ആക്കിക്കൊണ്ടാണ് തോപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ബുക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും എന്തെന്താ സംഭവിക്കാൻ പോകുകയെന്ന്. ഒരു കാര്യമില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. ഈ കളി ഞാൻ തന്നെ ചെയ്യും. അവിടെ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓ, എന്താ കുട്ടി നീ പഠിച്ചത്? ഓക്കെ, ഞങ്ങളൊക്കെ ഈ കളി കൊച്ചുനാളിൽ കളിച്ചിട്ടുണ്ട്, ഞങ്ങൾക്കൊക്കെ അറിയാം. എന്തായാലും നീ ജയിക്കാൻ പോകുന്നില്ല. ആർ യു ഷുവർ അബൌട്ട് ദാറ്റ്? ആർ യു ഷുവർ? ഷുഗർ തീർന്നിരിക്കുക ആണോ? ഷുഗർ തീർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഷുഗർ നമുക്ക് വരുത്തിച്ചാലോ? ഷംന ജയിക്കുമോ? സീരിയലൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഷംന ജയിക്കുമോ? ഷംന വിചാരിച്ചെന്നാൽ കളി തുടങ്ങുന്നതിന് പോയി ഷംന വിചാരിച്ചു വളരെ ഈസിയാണ്, എന്നെ സിമ്പിളായിട്ട് തോപ്പിക്കാന്നൊക്കെ വിചാരിച്ചാൽ ഷംന വന്നത്. ഇപ്പോൾ ഷംനയുടെ ചിന്ത ഉണ്ടല്ലേ, ഇത് കളിക്കാത്ത ഒരു 90 കിഡ്സും അതിനു മുമ്പുള്ള ആൾക്കാരും കാണും. ഞാൻ 90 കിഡ്സ് അല്ല, നീ അങ്ങനെയാണ്. നീ 2K കിഡ്സ് ആണെങ്കിലും പക്ഷെ നിനക്കിത് അറിയാമെന്ന് പറയുന്നു, പക്ഷെ നീ കളിക്കുന്നില്ല. ഇനി വരാൻ പോകുന്ന ജനറേഷൻ ഏതാണെന്നറിയാവോ? ബീറ്റ വെർഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ബീറ്റ. അവൻ നോക്കി പഠിച്ചാണോ? ബീറ്റ വെർഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഇനി ജനിക്കുന്ന പിള്ളേര് ഈ അടുത്ത നൂറ്റാണ്ട് അവർക്ക് കാണാൻ പറ്റും. നമ്മൾ അതിനു മുമ്പ് ചിലപ്പോൾ ബാക്കിയുള്ളവരൊക്കെ മരിച്ചു പോകും. ഓക്കെ, അപ്പം കളിയുടെ ഗൗരവം അനുസരിച്ച് ഷംന നീങ്ങുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഷംന ഈ കളി എനിക്ക് വിട്ട് തരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷംന കളി തുടങ്ങിയത്. അങ്ങനെ കളി തുടങ്ങിയിടം മുതൽ വിട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഒരു 4 പോയിൻ്റ് നേടി. ഇത് അവസാനത്തെ മാച്ചാണ്. അപ്പോൾ ഷംനയുടെ കളിയുടെ മികവ് നമുക്കറിയാം, ബുദ്ധിയുടെ മികവ് നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഇങ്ങനെ പല പറയുന്നത് തനിക്ക് ഡിസ്റ്റർബ് ആവുന്നുണ്ടോ? അതെ, അതാണ് ഞാൻ ഡിസ്റ്റർബ് ആക്കി വേണം ആൾക്കാരിൽ നിന്ന് ഞാൻ വിജയിക്കാൻ ശ്രമിക്കുക. മൈ ടേൺ. ഇവിടെ വെച്ചിട്ട് ഇവിടെ നോക്കാം, അതാകുമ്പോൾ പെട്ടെന്ന് അടിക്കുമല്ലോ. അതാണ്ട് ഞാൻ ഇവിടെ വെച്ചു. ഭയങ്കരമായിട്ട് ആലോചിക്കുക. വിട്ട് തരണമെന്നില്ല, ഞാനങ്ങ് ജയിച്ചോളാം. നിങ്ങളെന്തിനാ വിട്ട് തരുന്നത്? എനിക്കറിയാം ജയിക്കാൻ. ഷംനയുടെ കോൺസെൻട്രേഷൻ പോകണ്ടെന്ന് വിചാരിച്ചാട്ടോ ഷംനയെ കൊണ്ട് സംസാരിപ്പിക്കാത്തത്. എത്ര സമയമെടുത്ത് കണ്ടുപിടിച്ചൊരു മൂവാണത്. ഞാൻ വേറെ വഴി നീ വെക്കുമെന്ന് ചിന്തിച്ചാ. വേറെ വഴിയൊക്കെ ചിന്തിക്കാം. അത് ശരിയാ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് ഇവിടെ വെക്കാം. അവന്റെ വലിയ കമ്പ്. അതിനിപ്പോൾ എന്താ, കമ്പ് കാണാൻ വയ്യേ? ഷംനയുടെ മൂവ്മെൻറ്റിനായി കാത്തിരിക്കുകയാണ്.
എന്തൊക്കെയോ നല്ല രീതിയിൽ ആലോചിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം ഷംന ചെസ് മത്സരത്തിന് കൊണ്ടുപോകാൻ. അടുത്ത ഓണപരിപാടിക്ക് കൊണ്ടുപോകണം. കളി ജയിക്കാനല്ല, തോക്കാൻ. എല്ലാവർക്കും തോക്കുന്നതിലൊരു മാതൃകയാവുണ്ട്. പരിഹാസം അത് ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ. എടുക്കുന്ന സാധനമൊക്കെ നമ്മളെ കാണിച്ചു തരണേ. അടിച്ചു എനിക്ക് അടിച്ചിരിക്കുകയാണ്. ഞാൻ വീണ്ടും ജയിക്കാൻ പോവുകയാണ്. അപ്പൊ ഷംന ഞെട്ടി സത്യം പറഞ്ഞാട്ടാ. ഞാൻ ചുമ്മാ പറഞ്ഞ ഞാൻ ജയിക്കാൻ പറഞ്ഞാട്ടാ. ഓക്കെ, നമുക്കത് സൈലന്റ് ആവാം. ഷംനാക്ക് വേണ്ടി ഞാൻ ഒന്ന് സൈലന്റ് ആവാം. എൻ്റെ ആഗ്രഹം ഷംന ജയിക്കണമെന്നാട്ടോ. ഷംന ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ആലോചിക്കുന്നു? അവിടെ വെച്ചിരിക്കുകയാണ്. ഓ, ദാറ്റ്സ് എ ബിഗ് മൊമെന്റ്. ഓ യാ, ബിഗ് മൊമെന്റ്. ബ്രില്യന്റ്. യു ആർ എ ബ്രില്യന്റ് ഗേൾ, ഐ നോ ദാറ്റ്. അപ്പം നമ്മൾ ഷംനാക്കൊരു അവസരം കൊടുക്കാൻ, ജയിക്കാൻ വേണ്ടി ഒരു അവസരം. നമുക്ക് ഷംനാക്ക് വേണ്ടി ജയിക്കാൻ വേണ്ടി ഒരു അവസരം കൊടുക്കും. നിങ്ങളുടെ നാട്ടിൽ ഈ കളിയെ എന്ത് പേരിലാണ് പറയുന്നതെന്നൊന്ന് പറയാം, കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ നാട്ടിൽ കല്ലുകളി, എന്തൊരു കളി, ഇതിൻ്റെ പേരെന്തോ വരുന്നത്? ഇതിൻ്റെ പേര് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. കല്ലും കമ്പും കളി. കല്ലും കമ്പും കളി എന്ന്. നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണ് ഇതിന് പറയുന്നതെന്നുള്ള കാര്യം? പുഷ്പ എന്ന് പറഞ്ഞാൽ ഫ്ലവറാന്ന് നീ വിചാരിക്കുന്നു? ഞാൻ ഒട്ടും വിചാരിക്കുന്നില്ല. ഉണ്ണുന്നോ കാപ്പി കുടിക്കുന്നോ? പണ്ടിങ്ങനെ ചോദിക്കും നമ്മൾ തോപ്പിക്കുന്നതിന് മുമ്പേ, ക്യാരംസ് ഒക്കെ കളിച്ചിട്ട് ഉണ്ണുന്നോ കാപ്പി കുടിക്കുന്നോ എന്ന് ചോദിക്കും. എന്തായി, വല്ലതും നടക്കുമോ? എന്നെ തോപ്പിക്കാൻ പറ്റുമോ ഇയാളെ കൊണ്ട്? എന്നെ തോപ്പിക്കാൻ പറ്റുമോ? ഇത് തോറ്റ ഔട്ടാണേ. ഫെയിലാണേ. തോറ്റ്. ഇവരെന്താണ് ഈ കാണിക്കണേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരിങ്ങനെ കിടന്ന് എപ്പോഴും ഇങ്ങനെ കിടന്ന് കൂടെ വെച്ചേക്കും. ഷംന നല്ലോണം ആലോചിച്ച് കളിക്കുക കേട്ടോ. ഷംനയുടെ ആലോചന വെച്ച് തലയിൽ നിന്ന് പുക പോകുന്നതിൻ്റെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബുദ്ധി ഉപയോഗിച്ചാൽ വിശക്കും. അങ്ങനെയെങ്കിൽ നാട്ടിലുള്ള എല്ലാവർക്കും എന്തൊരു വിഷമമായിരിക്കും. ഈ ആൾക്കാരെല്ലാം അതുകൊണ്ടായിരിക്കും അല്ലേ തോനെ കഴിക്കുന്നത്. നിന്റെ ഈ ചീഞ്ഞ കോമഡി. ഞാൻ എൻ്റെ ചീഞ്ഞ കോമഡി എവിടെയെങ്കിലും കൊണ്ടുവെക്കാം. അതിനു മുമ്പേ അബദ്ധമൊന്നും പറ്റിയില്ലല്ലേ. എടുത്ത കല്ല് വെച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടേ. എടുത്തിട്ട് പിന്നെ തിരിച്ചു വെച്ചിട്ട് കളിക്കാനൊന്നും പറയരുത്. ഇപ്പോൾ മണ്ട ഒരു കളിയാണ് കളിച്ചത്. എന്നാലും ഞാൻ കളിക്കുവാന്നേ. കളിക്കട്ടെ. പണ്ടം കളി കളിച്ചാ നീ ഒന്ന് വിട്ടു താടാ. നീ എന്നെ തോപ്പിക്കണം. ഞാൻ അങ്ങനെ വിട്ടുതരുത്തേന്ന്. എന്നെ തോപ്പിക്കണം. തോപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കണമല്ലോ. ഞാൻ എൻ്റെ ശ്രദ്ധ പോയതുകൊണ്ട് ഒരു കളിയൊക്കെ ജയിച്ചു. അത് വേറെ കാര്യം. സത്യം പറഞ്ഞാൽ ഇത് 5-0. ഇതെടുത്ത് ആ സൈഡിൽ വെക്കുക. അതാകുമ്പോൾ കളി കറക്റ്റാവും. നീ പറഞ്ഞ എനിക്കറിയാം. എന്നാ കളിക്ക്.
ഉറക്കേം കൂടെ പറ, ഞാനും കൂടെ കേക്കട്ടെ. പിന്നെ കളിയുടെ രഹസ്യം ആരെങ്കിലും പറയോ? ഇതിനകത്ത് എന്തോ രഹസ്യം? ചെസ് കളിക്കുമ്പോ ആൾക്കാർ പറയോ എതിരെ ഞാൻ അത് എടുക്കും, ഞാൻ മൈൻഡിൽ ചിന്തിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഇതിനകത്ത് മൈൻഡിൽ ചിന്തിക്കാൻ എന്തോ ഇരിക്കുന്നു? ഓക്കെ, ഞാൻ ഈ മൊമെന്റ് മൂവ് ചെയ്യാം. അതാണ്ട് ഇങ്ങോട്ട് വെച്ച്. ഷംന, സ്വർണ്ണമാണോ അത് അതോ വീട്ടി പാലസ് ആണോ? 916. അപ്പം വീട്ടി പാലസ് അല്ലേ? 916 വീട്ടി പാലസ്. ഓറൽ ഗോൾഡ്. ഓറൽ ഗോൾഡോ? റോൾഡ് ഗോൾഡ്. സോറി, റോൾഡ് ഗോൾഡ്. അവന്റെ അറിവ് നേരത്തെ അവൻ പറയുന്ന ബീറ്റ ജനറേഷൻ ഇവിടെ ഉണ്ടാവും. നെക്സ്റ്റ് ജനറേഷനെ ബീറ്റ ജനറേഷൻ എന്നാ പറയുന്നത്. എത്ര മണിക്കൂറാ വല്ലതും നടക്കൂ? ഷംനയുടെ ബുദ്ധിയൊക്കെ അപാരം തന്നെ കേട്ടാ. നമ്മൾ വിചാരിക്കുന്ന കണക്ക് ഒരാളല്ല ഷംന എന്ന് ഷംന ഈ കളിയിൽ. അപ്പം അങ്ങനെ ഷംന, നീ തോക്കുമല്ലേ? നീ അങ്ങനെ ഒരു വർത്താനം. 3 കളി ജയിച്ചെന്ന് പറഞ്ഞുള്ള അഹങ്കാരമാണ് നിനക്ക്. 3 അല്ല 4 കളി. 3 നീ ഒരു കളി ഞാൻ ജയിച്ചു, മൊത്തം 4 കളി നടന്നു. അല്ലല്ല, 4 പോയിന്റ് എടുത്തിയാ. 4 നീ 3 കളിയേ ജയിച്ചോളൂ. ആദ്യത്തെ ഒരു കളി ഞാൻ ജയിച്ചു, പിന്നെ 3 കളി നടന്ന് 3 കളി 3 1 4. ഇത് 5ാമത്തെ കളിയാന്നാ പറഞ്ഞത്. എവിടുന്ന് എന്തെങ്കിലുമൊക്കെ അവിടെ തോക്കുന്നവർക്ക് എന്തും പറയാമല്ലോ. ഞാൻ അതിനെ അങ്ങനെ ഞാൻ കാര്യമാക്കി എടുക്കാറില്ല. ഞാൻ തോക്കുന്നവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. ബുദ്ധി ഇല്ലാത്തവര് പലതും പറയും. ബുദ്ധിയുള്ളവര് എന്തോ പറയുന്നു നോക്ക്. ഇനി സ്പീഡിന് കളിക്കണം കേട്ടോ. ഇനി സ്പീഡിന് കളിക്കണേ. ഇനി സമയം വെക്കുക. ഇത് ഒരുപാട് സമയം നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നു. ഇതിനകത്ത് ആലോചിക്കാനൊന്നുമില്ല. സ്പീഡ് ആൻഡ് ഫ്യൂറിയസ് ആയിട്ട് കളിക്കുക കേട്ടോ. സ്പീഡ് ആൻഡ് ഫ്യൂറിയസ് ആയിട്ട്. ഓക്കെ, പട്ടപ്പട്ടയെന്ന് വെക്കുക. ഷംനയുടെ കളിയുടെ മികവ് നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ. പേടിക്കുന്നതാ കൊച്ചു പേടിക്കുന്നു കേട്ടാ. എവിടെ വെക്കണം അത് ഭയങ്കര ശ്രദ്ധിച്ച് കളിക്കുക, ഭയങ്കരമായിട്ട്. അവളൂടെ ബുദ്ധി അപാരം തന്നെ കേട്ടോ. ഇതെടുത്ത് ഇവിടെ വെക്കാം. അതാകുമ്പം ഇതെടുത്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ അതെടുത്തിട്ട് ഇവിടെ വെക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഇവിടെ എടുത്ത് ഇവിടെ വെക്കാം. ഒരു തരത്തിലും ഷംന വിട്ടു തരില്ല എന്നാണ് പറയണേ. ഷംന വിട്ടു തരില്ല, എന്നാ ഞാനും വിട്ടു തരില്ല. ഷംനയുടെ ബുദ്ധിയെ അലയ്ക്കാൻ വേണ്ടി ഞാൻ ഇയാൾ എന്തൊക്കെയാ പറയുന്നത്? മലയാള മാതൃഭാഷ അറിയാമോ ഇയാളെ? ഉമ്മ അലയ്ക്കാൻ പോലെ അലപ്പ് കിടക്കുന്നു. ചെമ്പ് പെട്ടെന്ന് വെക്ക്. മൂവ്മെന്റ് പെട്ടെന്ന് വെക്കടേ. സമയം കളയാതെ വെക്കടേ. പെട്ടെന്ന് വെക്കാൻ. നീ ഒന്ന് അടങ്ങടേ എടുക്കാ. പെട്ടെന്ന് വെക്കങ്ങോട്ട്. അയ്യേ, താൻ ജയിച്ചിരുന്നത്. അയ്യേ, നീ വെക്കണ്ട, പറ്റത്തില്ല. ഇനി വെക്കരുത്. ഇവിടെ ഇരുന്നേത്. ഇതാ ഇവിടെ വെക്കാറുണ്ട് ഇയാൾക്ക്. ഞാനത് നേരത്തെ കണ്ടു. ഇനിയിപ്പോ അവിടെ ഇരിക്കട്ടെ. അയ്യേ ചമ്ന ജയിക്കരുത്. വൻ കളി നടന്നു. ചമ്ന ശ്രദ്ധിക്കാതിരുന്ന് തോക്കാൻ പോകുന്നു. ഇനി ഒരു ക്രാഷും കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ താൻ ഇനി നടുക്ക് വെക്കണം. കാരണം കളി നീണ്ടു പോവുകയാണല്ലോ. ഓക്കെ, ഷംനക്ക് ജയിക്കാറ്. ഷംന ജയിച്ചതാണ്. ഷംന കൈവിട്ടുപോയി. പിന്നെ കോൺസെൻട്രേഷൻ.
ഇത് കളിക്കുന്നതിന് ഇയാൾക്ക് കോൺസെൻട്രേഷൻ. എടേ പെട്ടെന്ന് വെക്കടേ. ഷംന ജയിച്ചതായിരുന്നു കേട്ടോ. ഷംന കൊണ്ടുപോയി കളഞ്ഞെന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലേ. കൊണ്ടുപോയി അങ്ങ് കളഞ്ഞത്, അതങ്ങ് കൊണ്ടുപോയി ഇല്ലാതാക്കി കളഞ്ഞു. ഷംന അങ്ങ് മറന്നുപോയി. ഓക്കെ, അപ്പം ഇനി നീ നടുക്ക് വെക്കണം. ഇപ്പോൾ കുറേ നേരം ആയല്ലോ, മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാം ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഷംനയാണ് നടുക്ക് വെക്കേണ്ടത്. ഓക്കെ, എടുത്തോ. ഷംന നടുക്ക് വെച്ചോ. ഷംനക്ക് ഒരു പോയിന്റ് കിട്ടിയതാണ് ഗൈസ്, കിട്ടിയത് കൊണ്ടുപോയി കളഞ്ഞത്. ആ പട പെട്ടെന്ന് പെട്ടത്. വാ വെക്ക്. വാ ഓടി വാ. ഫുട്ബോൾ കളിക്കാൻ സ്ഥലം ഉണ്ടെന്നൊക്കെ ബസ്സിനകത്ത് പറയുന്നതാണ്. ഓടി വാ. എങ്ങനെ അപ്പൊ തോറ്റോ ഷംന? നീ വീണ്ടും നീ നല്ലോണം ശ്രദ്ധിച്ചു നോക്കി. നീ തോറ്റോ? ഇല്ലല്ലോ, ഉറപ്പാണേ. ആ, ഇപ്പൊ ഞാനാണോ തോറ്റ, നീയാണോ തോറ്റേ? നീ. ആ, ഇപ്പൊ നീ തോക്കാൻ പോവുക. അതെങ്ങനെയാന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. നീ ഇപ്പൊ തോക്കാൻ പോവാണ് കുട്ടി, നീ തോക്കാൻ പോവാണ്. തോക്കാൻ പോവാണ്. ഞാൻ വീണ്ടും പറയാ, താൻ തോക്കാൻ പോവാണ്. താൻ തോക്കാൻ പോവാണ്. വീണ്ടും തോക്കാൻ പോവാണ്. അല്ലാ, ഞാൻ ശ്രദ്ധിച്ചില്ല. നീ എന്തുവാടാ പറഞ്ഞേ? ഞാൻ തോക്കാൻ പറഞ്ഞേ, നീയാണോ തോറ്റത്? നീ 2 കളി ജയിച്ചാലും എനിക്ക് അന്തസ്സൊട്ടടാ. ഓക്കെ, ലാസ്റ്റ്. ഓക്കെ, അപ്പൊ നീ തന്നെ നടുക്ക് വെക്കുന്നതായിരിക്കും നല്ലേ. ലാസ്റ്റ് വാ. അപ്പൊ 2-4. ഓക്കെ വെച്ചോ. ഓക്കെ, വാ. ഞാൻ 4 പോയിന്റ് ഉണ്ട് എനിക്ക്. എന്ത് കള്ളാടാ പറയുന്ന നീ, കള്ളൻ. നിനക്ക് 4 പോയിന്റ് ഇല്ല, 3 പോയിന്റേ ഉള്ളു, ബാക്കി 2 പോയിന്റ് എനിക്കാ. ഓക്കെ, ഈ കളി ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ജയിച്ചേ. ഞാൻ എന്റെ ശ്രദ്ധയൊന്ന് പോയി കേട്ടോ. ശ്രദ്ധ പോയി, എന്റെ ശ്രദ്ധ പോയാൽ പറ്റിയതാ. ഇനി ആ ശ്രദ്ധ പോകത്തില്ല. ഇനി ഞാൻ നോക്കി കളിച്ചോളാം. എനിക്ക് അങ്ങ് ഓവർ കോൺഫിഡൻസ് ആയിപ്പോയി. കാരണം ഈ കുട്ടി എന്നോട് തോറ്റുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ആ ഓവർ കോൺഫിഡൻസിൻ്റെ പേരിൽ ഞാനങ്ങ് പെട്ടെന്നങ്ങ് എനിക്കൊരബദ്ധം പറ്റിപ്പോയി ഗൈസ്. അബദ്ധം പറ്റിപ്പോയി. ഞാൻ ശ്രദ്ധിച്ചില്ല, എൻ്റെ മൈൻഡ് വേറെ ആയിപ്പോയി. ശവന പേടിച്ച് ശവന അങ്ങ് പേടിച്ചെങ്ങൊന്നും ഇനി ഒന്നും പറയണ്ട ഇതിനകത്തിരി. ഓക്കെ, പെട്ടെന്ന് കളിക്ക്, സ്പീഡാക്ക്, ഒരു സ്പീഡാക്കടോ. ഷംനാക്ക് തോക്കുമെന്നുള്ള ഷംനാക്ക് ഭയങ്കരമായ പേടിയേട്ടാ. ആ മുഖത്തും അതെല്ലാം ഉണ്ട്. അവിടെ നിന്ന് എടുത്തിട്ട് എന്താ എവിടെ ആക്കാന്? ആകെ 3-4 ഗോളേ ഉള്ളു. അവിടെ എവിടെയെങ്കിലും വെക്ക്. എനിക്ക് നേരത്തെ ഒരു അബദ്ധം പറ്റിയെന്നും പറഞ്ഞ് നീ ഓക്കെ. ഷംന, നീ തോക്കാൻ പോവാ. ലൈവായിട്ട് നീ തോക്കാൻ പോവാ. ഇതാ എൻ്റെ ബുദ്ധിപരമായ മൂവ്മെന്റ് ആണോ? എല്ലാം മായ തന്നെ, മായ ലീല തന്നെ. എടി നീ തോറ്റ്. നീ ഇവിടെ വെച്ചാ ഒരെണ്ണം എടുത്ത് ഇവിടെ വെച്ചാൽ ഞാൻ എടുത്ത് ഇവിടെ വെക്കും. മനസ്സിലായ? നീ ഇവിടെ വെച്ചാൽ ഞാൻ അവിടുത്തെ അവിടെ വെക്കും. കണ്ട, ബുദ്ധിപരമായിട്ട് ഞാൻ ജയിക്കാൻ പോവാ. നീ തോറ്റ്. നിന്റെ തോൽവി മനസ്സിലായല്ലോ. മനസ്സിലായ? ഈ ഗെയിമിൻ്റെ ഏറ്റവും അടിപൊളി മൂവ്മെന്റ് ഇതാണ്. എൻ്റെ ബുദ്ധിപരമായിട്ടുള്ള മൂവ്മെന്റിലൂടെ ഞാൻ വിജയിക്കാൻ പോവുകയാണ്. ഇതെന്താ കളിയൊക്കെയാണോ? എടാ കളിക്ക്. മൂവ്മെന്റ് വെക്ക്. എങ്ങോട്ടെങ്കിലും വെക്ക്. പെട്ടെന്നാണ്, സമയം കളയാതെ വെക്ക്. ഇവിടെ വെക്കടോ. ആ ഒരു പോച്ചനെ കളയത്തില്ല. കളിക്കങ്ങോട്ട്. ഏതെങ്കിലും മൂവ്മെന്റ് വെക്ക്. ഇപ്പൊ പറഞ്ഞു കൊടുത്തേ. ഇപ്പൊ വിട്ടുകൊടുത്താ ശീലമല്ലേ? കുറച്ചുമ്പോ ഞാൻ കണ്ടായിരുന്നു.
കളിക്കടോ ഞാൻ മുഖമൊക്കെ പോതൊക്കെ പാവടാ തോറ്റ് എടാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇച്ചിരി ബുദ്ധിയുള്ള കൂട്ടത്തിലാണ്. ഒരുമിച്ച് ഈ കളി എങ്ങനെ ഷംനാക്ക് ജയിക്കാന്ന് ഷംന നോക്കുകയാണ്. അല്ല നടക്കുവോടോ തോറ്റ് ഇതിനകത്ത് ആലോചിക്കാൻ എന്തുവാ? വേറൊരു വഴിയും ഇല്ലടാ. ഇത് വേറെ വഴിയൊന്നുമില്ല. തന്റെ മണ്ടത്തരത്തിന് താൻ തോറ്റുപോയി. ഇവിടെ വെച്ചതാ മണ്ടത്തരം. യെസ് ദാറ്റ്. അത് ഇനി അവിടെ മാറ്റി മര്യാദയ്ക്ക് അവിടെ നോക്ക്. തോറ്റിട്ട് മാറ്റി കളിക്കുന്നത് ഇയാൾ തോറ്റ് കളിക്കുക. ഇയാൾ കളിക്കും അവിടെ വെച്ച്. ഓക്കെ അങ്ങനെ ഞാൻ ഗൈസ് ഞാൻ അങ്ങനെ ഇവിടെ വെച്ച് കഴിഞ്ഞ് ഞാൻ ജയിച്ചിരിക്കുകയാണ്. അപ്പം എനിക്ക് എത്ര പോയിന്റ് ആയി പറ. 4 ഇവിടെ കള്ളം പറയാം. എന്താ എനിക്ക് 5 പോയിന്റ് ആയെന്നാണ് എൻ്റെ ഓർമ്മ. എന്നാലും ഞാൻ തന്നെ ജയിച്ചിരിക്കുകയാണ്. ഓക്കെ 4 ആണെങ്കിൽ 4-2 രണ്ടും ഒരെണ്ണം ഞാൻ സംസാരിച്ചുകൊണ്ട് പോയി, ഒരെണ്ണം ആദ്യം തപത്തം പറ്റി. അങ്ങനെ ഞാൻ തോറ്റത്. ഞാനിപ്പോ എനിക്ക് ഉച്ച സമയം എനിക്ക് ഫുഡ് കഴിച്ചോണ്ട് ഉറക്കം വരുന്നത്. എനിക്ക് മൈൻഡ് ഒരുപാട് കഴിക്കരുത് ഗൈസ്. അങ്ങനെ എന്നോട് ഇച്ചിരി ഷംനാക്ക് ഇച്ചിരി ബുദ്ധി കുറവാണെന്നുള്ള കാര്യം നമുക്ക് വീണ്ടും ഞാൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പ്രാവശ്യവും ഞാൻ തന്നെയാണ് ജയിച്ചത്. കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ തന്നെയാണ് ജയിച്ചത്. അതിന് മുമ്പ് ഒരു ബലൂൺ കണ്ണടച്ച് കുത്തി പൊട്ടിച്ചാൽ അത് ബുദ്ധിയാവും. ഇത് ബുദ്ധി എന്ന് പറയാം. ഈ ബുദ്ധിക്ക് കളിച്ചതിന് 3 കല്ല് 3 കമ്പും നിനക്ക് സമ്മാനമായി കിട്ടി. അപ്പം ഞാനാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അറിയാം ബുദ്ധി കൂട്ടത്തിൽ ഞാനാണ് മെച്ചം എന്നുള്ള കാര്യം. തലവര് മൂത്ത് നിക്കുമ്പം പറഞ്ഞോളൂ പറഞ്ഞോളൂ. മൂത്തവര് തലമൂത്തവരിയ്ക്കുമ്പം നനച്ച ബസ്സിൽ കയറിയില്ലെങ്കിൽ കിടച്ച ബസ്സിൽ കയറി. അങ്ങനല്ല, നമ്മളെ തലമൂത്തവരല്ലേ പഠിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മളെ സാറല്ലേ പഠിപ്പിക്കുന്നത്. പ്രായമുള്ള ആൾക്കാരല്ലേ. ഞങ്ങൾക്ക് പ്രായമുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ ബുദ്ധി കാണും. ഇപ്പൊ എന്നെക്കാട്ടി പ്രായം ഉണ്ട്. താണ്ട് ഇവിടെ നര കാണുന്നില്ലേ? അപ്പൊ നിനക്ക് ബുദ്ധി തോന്നും. ഇവർക്ക് ഒരുപാട് പ്രായമുണ്ട്, കാണാൻ നടക്കുന്നതല്ല. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കണം. കൊടവയറും ചാടി നരയും. ബൈ.